ചെമ്പൂരി ശശികൊലക്കേസിൽ പ്രതി ബിനുവിന് ജീവപര്യന്തം കഠിന തടവും പിഴയും. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2015 ജനുവരി 6-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശശിയുടെ ഭാര്യ പ്രതി ബിനുവിന്റെ കയ്യിൽ നിന്നും വസ്തു വിലയ്ക്ക് വാങ്ങിയിരുന്നു. വിറ്റ വസ്തുവിലുള്ള കൈത്തറിയും ചർക്കയും ബിനുവിന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് ഇയാൾ ശശിയെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ കേസിലെ പ്രതി ബിനുവിന്റെ വക 7.5 സെന്റ് വസ്തു മരണപ്പെട്ട ശശിയുടെ ഭാര്യ വിലയ്ക്ക് വാങ്ങിയിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു ചർക്ക ബിനുവിന് തിരികെ വേണമെന്ന് ഈ ഇടപാട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം ശല്യപ്പെടുത്താനും നിരന്തരം ഭീഷണിപ്പെടുത്താനും തുടർന്നു. അതിൽ വെച്ചുള്ള വിരോധമാണ് ശശിയെ പിന്നീട് ഈ ചർക്ക തിരികെ കൊടുത്തില്ല എന്ന വിരോധ കാരണത്താൽ കൊലപ്പെടുത്തിയത്. വെള്ളറടയ്ക്ക് സമീപം ചെമ്പൂര് മാർക്കറ്റ് ജംഗ്ഷനിൽ പബ്ലിക് റോഡിൽ വെച്ചാണ് ഈ അരിങ്കൊല നടന്നിട്ടുള്ളത്. ഈ കൃത്യം നടക്കുന്ന സമയത്ത് ശശി മരണപ്പെടുമ്പോൾ ഭാര്യയെ 3 പെൺകുട്ടികളുമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെന്റിൽ വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ശശിയുടെ ഭാര്യയ്ക്ക് ധനസഹായം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ഡയറക്ഷൻ കൂടെ തിരുവനന്തപുരം ജില്ലാ ദിൽസെ അധികാരികൾക്ക് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു കാണുന്നു. ശശിയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശശിയുടെ തലയിലും കഴുത്തിലും മാരകമായി പരിക്കേറ്റു. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. കൃത്യത്തിനുപയോഗിച്ച വെട്ടുകത്തി പോലീസ് കണ്ടെത്തിയിരുന്നു. വെള്ളറട പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.